ചണ്ടാളബാബ എന്ന് പറയുന്നൊരു പുതിയ അഭിനവ സ്വാമി വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, പശുമാംസം കഴിക്കാറുണ്ടോ? അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ഡയലോഗുണ്ട്, പശുമാംസം ഞാൻ അറിഞ്ഞുകൊണ്ട് കഴിക്കാറില്ല. പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്നെ എങ്ങോട്ടെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ കഴിക്കും, ഒരു കഷ്ണമൊക്കെ ഞാൻ കഴിക്കും. പക്ഷേ എനിക്കതിൻ്റെ ഒരു പാൽച്ചുഴ വരും, ആട് തിന്ന ആടിൻ്റെ ഒരു ചുഴ വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല. അടുത്ത വശം ആ കുട്ടി ചോദിച്ചു, ഈ ഗോമാതാവ് എന്നുള്ള സങ്കല്പമാണോ? എന്നാൽ അദ്ദേഹം പറയും, എൻ്റെ അമ്മയുടെ പേര് ഇന്നതാണെന്ന് പറയുന്നുണ്ട്. ഒരു ചണ്ടാളസ്വാമി എന്ന് പറയുമ്പോൾ ഇവരൊക്കെ പുറത്ത് കാണിക്കുന്നത് ഒരു സന്യാസി എന്നുള്ള പദമാണ്. അപ്പോൾ ഈ സന്യാസി എന്നുള്ള പദത്തെ എന്താ പറയുക, എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടതെന്ന് സത്യത്തിൽ ഇവർക്ക് അറിയില്ല. പശുവിറച്ചി കഴിക്കാറില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് ഇവർക്ക് മടി? ഞാനതാണ് മനസ്സിലാക്കുന്നത്. പശുവിറച്ചി ഞാൻ കഴിക്കും, പശുവിനെ അമ്മയായിട്ടല്ല കാണുന്നത്, എൻ്റെ അമ്മയുടെ പേര് ഇന്നതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പുള്ളിക്കാരൻ പശുവിനെ അറക്കാൻ തൽപര കക്ഷിയാണ് എന്നുള്ളതാണ്. ഇവർക്കൊക്കെ ഒരു തോന്നലുണ്ട്, ഈ പശു ഗോമാത എന്ന് വിളിക്കുന്നത് ഈ പശു മനുഷ്യരെ പെറ്റത് കൊണ്ടാണ് എന്നുള്ളൊരു ചിന്ത എല്ലാ മക്കൾക്കും ഉണ്ട്. അത് ഉള്ള കാര്യം പറയാലോ. ഈ പശുവിനെ മാതാവായി കാണുന്നവർ ആ പശു പെറ്റത് കൊണ്ടാണ് മാതാവായി കാണുന്നത് എന്നുള്ളൊരു സങ്കല്പമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാം, എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരൊക്കെ എനിക്ക് അമ്മയായിട്ടേ കാണാൻ പറ്റൂ. അത് എന്നെ എത്രയും അമ്മമാർ കൂടി പെറ്റത് കൊണ്ടല്ല, അത് അങ്ങനെ സങ്കല്പമാണ്. അമ്മ എന്ന് പറയുന്ന ഒരു വികാരമാണ്. നമ്മൾ അമ്മയുടെ പാൽക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുടിക്കാൻ തുടങ്ങിയ പാൽ എന്ന് പറയുന്നത് ഈ പശുവിൻ്റെ പാലാണ്. ആ പശു നമുക്ക് പാല് തന്നുകൊണ്ട് ശരിക്കും അത് കട്ടെടുക്കുകയാണ് പറയുമ്പോൾ. അതിൻ്റെ കുഞ്ഞിന് കുടിക്കാനുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ ഊറ്റിയെടുത്തിട്ട് നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്തുകയാണ്. ആ നിത്യേന ഈ അമ്മയുടെ അല്ലെങ്കിൽ ഈ പശുവിൻ്റെ പാല് അങ്ങനെ നിത്യേന ആ കുഞ്ഞിന് കൊടുക്കേണ്ട പാല് കുറച്ച് ഭാഗം നമുക്ക് തന്നുകൊണ്ട് നമ്മുടെ ആരോഗ്യം കൂടി ആ പശു നോക്കി വളർത്തുകയാണ് നമ്മൾ, അല്ലേ? അപ്പോൾ അതിനെ അമ്മയായി കണ്ടതുകൊണ്ട് എന്താണ് തെറ്റ്? അതിന് ആ പറയുന്ന പശുവിൻ്റെ യോനിയിലൂടെ നമ്മൾ പ്രസവിക്കണമെന്നില്ലല്ലോ, ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അമ്മ എന്ന് വിളിക്കുന്ന പല ആളുകളുണ്ട് ഈ സമൂഹത്തിൽ. അവരെല്ലാവരും നമ്മുടെ അമ്മയാണോ? അല്ല, പകരം അവർ സാങ്കല്പികമാണ്. നമ്മളെപ്പോലെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഒരു സ്ത്രീയാണ്, അവരൊരു അമ്മയാണ്. നമുക്ക് ഈ കുഞ്ഞുങ്ങളെ, വളരെ ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് വളരെയധികം കൗതുകവും നമുക്ക് ഭയങ്കര സ്നേഹവും തോന്നാറുണ്ട്. അത് നമ്മുടെ കുഞ്ഞായിട്ടാണോ? അല്ല, അത് ആ കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഒരു മനോഭാവം അങ്ങനെയാണ്. അപ്പോൾ ഒരു പശു നമുക്ക് അത്രത്തോളം നമുക്ക് ആരോഗ്യം, അമ്മയുടെ പാലിൻ്റെ ആ ഒരു കാലം കഴിഞ്ഞാൽ 3 വയസ്സ് കഴിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ നമ്മൾ കുടിക്കുന്ന പാലെന്ന് പറയുന്നത് ഈ പശുവിൻ്റെ പാലാണ്. അപ്പോൾ ആ പശുവിനെ കൊന്നു തിന്നുന്നതിനോട് എതിർപ്പുള്ളവരായിരിക്കും ഭൂരിപക്ഷം ആളുകൾ. എന്നാൽ എന്ത് തീട്ടം കിട്ടിയാലും തിന്നാമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അമ്മ ഏത്, പെങ്ങളേത്, ഗോമാതാവ് ഏതെന്നും അറിയില്ല. സത്യം അതാണ്, സത്യം അതാണ്. അതിപ്പോൾ ചണ്ടാളനായാലും ശരി, ഏത് കുണ്ടാളനായാലും ശരി, സത്യം അതാണ്. ഒരു സന്യാസിയാണ് എന്ന് പറയുകയും അതിനോടൊപ്പം അതിന് യോജിക്കാത്ത കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികളൊക്കെ ഈ സമൂഹത്തിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ സന്യാസി സമൂഹത്തിൽ നമ്മൾ മാറ്റി നിർത്തേണ്ടിയിരിക്കുന്നു. ഒരു കുറച്ചെങ്കിലും മനുഷ്യത്വം എന്നുള്ളൊരു സാധനം ഉള്ളിലുള്ളവർക്കാണ് ഇതുപോലെ സന്യാസവും ഈ ദൈവത്തെ പ്രീതിപ്പെടുത്താനൊക്കെ സാധിക്കുക. അപ്പോൾ ഈ പശുവിനെയും അതും ഇതൊക്കെ ചെയ്ത് തിന്നുന്ന ആളുകൾ എങ്ങനെയാണ് ഒരു സന്യാസിയാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഒരു പൂജാരിയാവുക. അപ്പോൾ ഒരു സന്യാസിയായിട്ടുള്ള ഒരാൾ ഒരിക്കലും ആ മാംസത്തെ തിന്നു എന്ന് പറയുകയല്ല വേണ്ടത്. നമ്മൾക്കിടയിൽ പൊതുവെ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. ഈ പറയുന്ന വിശ്വാസങ്ങളിൽ പോലും ദൈവങ്ങൾക്ക് ബലി കൊടുക്കുക എന്നുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. ഈ ദൈവത്തിന് ബലി കൊടുക്കുക എന്ന് പറയുന്നത് മാംസം കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റിദ്ധാരണ തന്നെയാണ്. ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുമ്പളം കൊണ്ട് ബലി കൊടുക്കാൻ പറ്റും, ഇല്ലേ? പ്രീതി കിട്ടുന്ന കാര്യം തന്നെയാണ്. ഈ കോഴിയെ അല്ലെങ്കിൽ ആടിനെ തന്നെ വെട്ടണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ ആർത്തിയാണ്. കാരണം ഈ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി തിന്നാലോ. അതുകൊണ്ടാണ് ഈ ബലി കൊടുക്കണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാംസം കൊടുക്കണം എന്ന് പറയുന്നത്. ശരിക്കും മാംസത്തിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ബലി കൊടുക്കാൻ സത്യം. അപ്പോൾ ഇവനെപ്പോലത്തെ ചണ്ടാളന്മാരൊക്കെ വന്നിട്ട് ഹിന്ദു ആണെന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ ഏത് തരം ആളുകളെയാണ് ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഒരു പശുവിനെ അമ്മയായി കാണാൻ ആ പശുവിൻ്റെ യോനിയിൽ കൂടെ പ്രസവിക്കണം എന്ന് ചിന്തിക്കുന്ന തലതിരിഞ്ഞ അമ്മമാരുടെ നാട്ടിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് തലതിരിഞ്ഞ് പോയതാവാം. എന്തായാലും പശു പ്രസവിക്കണമെന്നില്ല ഒരു പശുവിനെ തിന്നാതിരിക്കാൻ, അല്ലെങ്കിൽ ആ പശുവിനെ ഗോമാത എന്ന് വിളിക്കാൻ. അപ്പോൾ ഇതുപോലത്തെ ആളുകളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ജീവിക്കാൻ വേണ്ടി എന്തോ ചെയ്യണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പോൾ അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാം, ഒരു ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരാൾക്ക് ഒരിക്കലും മാംസം കഴിക്കണമെന്ന് പറയാൻ പറ്റില്ല, 100% പറയാൻ പറ്റില്ല. അത് എത്ര സ്നേഹത്തിൻ്റെ പേരിൽ ഊട്ടി തന്നാലും തിന്നാനും പറ്റില്ല. അത് ചണ്ടാളും മനസ്സിലാക്കുക. ഗോമാത എന്ന് പറയുന്നത് നീ പശുവിൻ്റെ യോനിലൂടെ പ്രസവിക്കണമെന്നില്ല, അതിൻ്റെ പാല് കുടിച്ച് വളർന്നാൽ മതി, നിനക്കതിനെ അമ്മയെ കാണാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? നാൽക്കാലിയാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും നമ്മൾ അതുങ്ങളൊക്കെ ദൈവം സൃഷ്ടിച്ചതാണ് എന്നുള്ള ചിന്ത നമുക്കുള്ളിലുണ്ടായാൽ മതി. അതും അമ്മയാണ്, നമുക്കൊരുപാട് ആരോഗ്യം നൽകിയിട്ടുള്ള ഒരു ജീവിയാണ്. അതിനെ വെട്ടിപ്പുഴുങ്ങി തിന്നണം എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കുന്ന നിന്നെപ്പോലത്തെ ആളുകളൊക്കെ ഈ സമൂഹം തിരിച്ചറിയട്ടെ, അത്രേ പറയാനുള്ളൂ.